ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ നിഗൂഢത ഏറുന്നു. വിജയ് മല്യ ദ്വാരപാലകരിൽ പൊതിഞ്ഞ 5 കിലോ സ്വർണം എവിടെ എന്നതിൽ ദേവസ്വം ബോർഡിന് ഉത്തരമില്ല. നിലവിൽ 5,61,00,000 രൂപ വില വരുന്നതാണ് ഈ സ്വർണ്ണപ്പാളികൾ. 2019 അറ്റകുറ്റപ്പണികൾക്കായി കൈമാറിയത് ചെമ്പുപാളിയാണ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദത്തോടെ ദേവസ്വം ബോർഡും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. 1999 വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൂശാൻ കൈമാറിയത് 30.3 കിലോ സ്വർണവും 1900 കിലോ ചെമ്പും. ദ്വാരപാലകർക്കായി 5 കിലോ സ്വർണം വേണ്ടിവന്നെന്ന് വെളിപ്പെടുത്തിയത് അന്ന് മേൽനോട്ടത്തിന് വിജയ് മല്യ നിയോഗിച്ച സെന്തിൽനാഥൻ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് സ്വർണമാണ് ഉപയോഗിച്ചതെന്നും സെന്തിൽനാഥൻ. ചെന്നൈ മൈലാപ്പൂരിലെ JNR ജ്വല്ലറി ഉടമ നാഗരാജിന്റെ നേതൃത്വത്തിൽ 53 ശില്പികളാണ് സ്വർണം പൊതിഞ്ഞത്. തിളക്കം മങ്ങിയെന്ന് പറഞ്ഞ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളിയെന്ന് ദേവസ്വം മഹസർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദവും ഇതാണ്. ഈ തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നതാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡ് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു. അതിൻ്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു. ഒരിക്കൽ സ്വർണം പൂശിയതിൽ പിന്നീട് പണി നടത്തില്ലെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാൻ എത്തിച്ചത് ചെമ്പുപാളിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസും അവകാശപ്പെടുന്നു. എങ്കിൽ അന്നത്തെ ആ സ്വർണം എവിടെ? 5.5 കോടിയുടെ സ്വർണം ആരടിച്ചു മാറ്റി? വരട്ടെ സമഗ്രാന്വേഷണം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.